ഹലോ നമസ്കാരം, ഞാൻ മിനി. അങ്ങനെ ഒരു വെക്കേഷൻ കാലം കൂടി കഴിഞ്ഞു. അരുണാചലിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് കൊച്ചിയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. നാട്ടിൽ കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമമാണ്. എന്നാലും എൻ്റെ സെക്കൻഡ് ഹോമിലേക്കാണല്ലോ പോകുന്നത് എന്നും അവിടെ എന്നെ കാത്ത് കുറേയേറെ പേരുണ്ടല്ലോ എന്നതും ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ഇടയ്ക്കെല്ലാം നാട്ടിലേക്ക് വരുന്നത് കൊണ്ട് അത്ര വിഷമിക്കാനുമില്ല. കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്കും അവിടെ നിന്ന് ഗുവാഹട്ടിയിലേക്കുമാണ് എനിക്ക് പോകാനുള്ളത്. വൈകുന്നേരം ഒരു 7:30 ആകുമ്പോൾ ഞാൻ ഗുവാഹട്ടിയിലെത്തും. അവിടെ നിന്ന് പിന്നെ എനിക്ക് ട്രെയിനിനാണ് പോകേണ്ടത്. ട്രെയിൻ രാത്രി 11:30 അത് രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഇറ്റാനഗറിലേക്ക് എത്തും. അതിശക്തമായ മഴയാണ് നോർത്ത് ഈസ്റ്റ് മുഴുവനും. എല്ലായിടവും വെള്ളം കയറി കിടക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പാളത്തിനോട് ചേർന്ന് വെള്ളം കിടക്കുകയായിരുന്നു. ഇതിപ്പോൾ രാവിലെയുള്ളൊരു ദൃശ്യമാണ്. ഒരു 5 മണിയൊക്കെ ആയതേ ഉള്ളൂ. പക്ഷേ നല്ല വെളിച്ചമല്ലേ. കാരണം ഇന്ത്യയിലെ ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത് അരുണാചലിലാണ്. അതുകൊണ്ടാണല്ലോ അരുണാചലിന് ആ പേരും കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ദൂരെയുള്ള ആ മലനിരകളിലെല്ലാം മേഘങ്ങളെല്ലാം കൂടി നിൽക്കുന്നു. ഏത് നിമിഷവും മഴ വീഴത്തക്ക രീതിയിൽ ഇങ്ങനെ ആകാശം കനത്ത് മൂടി ഇരിക്കുന്നു. ഒരു ഇരുട്ടാണ് എല്ലായിടത്തും, വെളിച്ചവും വളരെ കുറവും. അങ്ങനെ എൻ്റെ ട്രെയിൻ ഞാൻ ഇറങ്ങിയ സ്റ്റേഷനിലെത്തി. ഇറ്റാനഗറിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. മലനിരകളിലെല്ലാം കോടമഞ്ഞ്. ഇത് കണ്ട് ഞാൻ പോകുന്ന വഴിയാണ്. ഇവിടെ മഴ കൂടുതൽ ആയി കഴിയുമ്പോൾ ഭയങ്കര ലാൻഡ് സ്ലൈഡാണ്. മലകളിലെ ആ ചെളിയും ഇതുമെല്ലാം ഇങ്ങനെ വന്ന് റോഡിൻ്റെ സൈഡിലെല്ലാം അങ്ങ് നിറയും. കണ്ടില്ലേ, പച്ചപ്പും ഹരിതാഭയുമായിട്ടുള്ള ഒരു സ്ഥലം. അങ്ങനെ കാടും മേടും കാട്ടാറും എല്ലാം കടന്ന് ഞാനിതാ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അകത്തോട്ട് കയറുമ്പോൾ ഈ പുതച്ചു മൂടിയിട്ടിരിക്കുന്നത് എൻ്റെ കാറാണ്. ഈ ബിൽഡിങ്ങിൻ്റെ 4ാമത്തെ നിലയിലാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അപ്പം നമുക്ക് ഡോറൊക്കെ തുറന്ന് അകത്തോട്ട് കയറാം. അങ്ങനെ ഞാൻ സേഫായി ഇവിടെ എത്തി. ഇനി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.